സത്യത്തിൽ അഹങ്കാരിയല്ലേ? ആണോ? അതെ, അത് പറയാൻ വളരെ വിനയുണ്ട്. പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും അയ്യോ 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 കുപ്പി മാറിപ്പോയതാ. വീറ് കുപ്പി എന്ന് പറഞ്ഞ് പൊട്ടിച്ചതാ. എടാ മായാവി, പെൺകുട്ടികൾക്ക് ഇത്രമാത്രം സെലിമേട്ടന്റെ അടുത്ത് ഇഷ്ടപ്പെടാനുള്ള ഒരു റീസൺ എന്താണ്? ഒറ്റ റീസൺ ഞാൻ ചോദിച്ചവരോട് എന്താണെന്ന്. നീ നോക്കുന്നത് ഞങ്ങളുടെ കണ്ണിലാണ്, വേറൊരു സ്ഥലത്തും അല്ല, അതിന്റെ പേരിലാണെന്ന് പറഞ്ഞു. മോനെ, അച്ഛൻ ഓരോട്ടിന് തോറ്റുപോയ സ്ഥാനാർത്ഥിയാണ്. കാരണം എന്റെ കല്യാണം ഇന്നാണെങ്കിൽ നാളെ ഞാൻ സിനിമയിൽ കൊണ്ടത്. മറ്റേന്നായിരുന്നെങ്കിൽ ഇതിന് നല്ല പെൺകുട്ടി കല്യാണം കഴിക്കേണ്ടതാണ്. ഏവർക്കും സ്വാഗതം. ഇത് കണ്ടംകുളത്തി കുങ്കുമ ചന്ദനാദി ഫെയർനെസ് ഓയിൽ കോമഡി സൂപ്പർ നൈറ്റ് 2 പവർഡ് ബൈ കോൺഫിഡന്റ് ഗ്രൂപ്പ്. എടാ മായാവി, നീ വീണ്ടും അങ്ങനെ കുട്ടൂസിന്റെ പിടിയിലായി. എവിടെയാണ് ആ നാഗമാണിക്യം? പറ. നാഗമാണിക്യം കിട്ടാതെ കുട്ടൂസൻ ഈ കാട്ടിൽ നിന്നും പുറത്തു പോകത്തില്ല. എവിടെയാണ് ആ നാഗമാണിക്യം? പറ. നാഗമാണിക്യം കിട്ടിക്കഴിഞ്ഞാൽ കുട്ടൂസൻ പിന്നെ അയ്യോ 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 കുപ്പി മാറിപ്പോയതാ. വീറ് കുപ്പി എന്ന് പറഞ്ഞ് പൊട്ടിച്ചതാ. എടാ മായാവി, കളിപ്പിക്കല്ലേ. കേറാൻ കുപ്പിക്കാത്ത. എടാ കേറാൻ കുപ്പിക്കാത്ത. ആഹാ, ചിരിച്ചു കാണിക്കുന്നു. എടാ കുട്ടൂസനാടാ പറയുന്നത്. കുപ്പിക്കകത്ത് കയറാ. ആഹാ, കൊഞ്ചനം കാണിക്കുന്നോളാ പട്ടി. അയ്യോ, വടിയും പോയി, മായാവിയും പോയി. എന്റെ ദൈവമേ, അയ്യോ എന്റെ വടിയും പോയി, മായാവിയും പോയി. താണ്ടെന്റെ കുടിക്കാൻ വെച്ചെന്ന ബിയർ കുപ്പിയും പോയി. സഹായിക്കാമെന്ന് പറഞ്ഞു വന്ന വിക്രമന് മുത്തു ഇവിടെ പോയോ? അയ്യോ അയ്യോ. വിക്രമ, എന്താമത്തോ? ദേ കുട്ടൂസൻ. അയ്യോ കുട്ടൂസാ, കുട്ടൂസാ. അയ്യോ രക്ഷപ്പെട്ടടാ, രക്ഷപ്പെട്ടു. നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ മിക്കവാറും രാജമാണിക്യം കിട്ടി കാണും. രാജമാണിക്യമല്ലടാ, നാഗമാണിക്യം. നാഗമാണിക്യോ എന്ന് പറഞ്ഞാ? നാഗപ്പന്റെ കയ്യിലിരിക്കുന്ന മാണിക്യം നാഗമാണിക്യം. അപ്പൊ രാജമാണിക്യം എന്ന് പറഞ്ഞാൽ? അത് രാജപ്പന്റെ കയ്യിലിരിക്കുന്ന മാണിക്യം രാജമാണിക്യം. എന്ത് മാണിക്യമായാലും കിട്ടിയല്ലോ, നമ്മൾ രക്ഷപ്പെട്ടെന്ന്. അങ്ങനെ രക്ഷപ്പെട്ടെന്നല്ല പറഞ്ഞത്. പിന്നെ മായാവി എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. മായാവിയും പോയി, വടിയും പോയി, കുടിക്കാൻ വെച്ചിരുന്ന ബിയറും പോയി. നമ്മളിപ്പോ എന്തോ ചെയ്യും? ഒരു കാര്യം ചെയ്യാം. നമുക്ക് നാട്ടിൽ പോയി മായാവിയെ പിടിച്ച് വീണ്ടും കുപ്പിയിലടച്ച് ഇവിടെ കൊണ്ടുവന്ന് രാജമാണിക്യം നാഗമാണിക്യം നോക്കിയാലോ? ഇതൊരു പ്രത്യേകതരം കാടാണ്. ഇതിൽ വന്ന് പെട്ടാൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മായാവി നമ്മുടെ കൂടെ വേണം, അല്ലെങ്കിൽ നാഗമാണിക്യം കണ്ടുപിടിക്കണം. അതുകൊണ്ട് തപ്പ്. എവിടെ പുലി ഇറങ്ങിയാലും ശിക്കാരി ശംഭുവിന് മാത്രം യാതൊരു സ്വസ്ഥതയില്ല. ആ പുലിമുരുകൻ വന്നേശിച്ച എന്നെ ആർക്ക് യാതൊരു വിലയുമില്ല. എന്ത് ചെയ്യും? എന്നാൽ ആ വരയം പുലി എന്റെ കണ്ണ് വെട്ടി ചെവിടെ പോയി. എങ്ങനെ വെടിവെക്കും? പന്നപ്പട്ടി എന്നെ വെടിവെച്ചടാ, അടിച്ചവന്റെ തലമണ്ട പറിക്കടാ. അയ്യോ, എന്നെയല്ല ഇവനെ അടിക്കാൻ. അയ്യോ, എടാ എന്നെയല്ല ഇവനോട് എങ്ങനെ പറയുന്നത്? എടാ എന്നെ അല്ലടാ, അല്ല ഇവനെ, എന്നെ അടി, എന്നെ അടി. നീയൊക്കെ ഏതാടാ?
ഞാൻ വിക്രമൻ ഭയങ്കര ഗുണ്ടയാ. എന്ത് പറ്റി വിക്രമ? ഇവിടെ ഒരു ഉണ്ടയാ ടോക്കിന്റെ. ഞാൻ കൊള്ളക്കാരൻ മുത്തു. നീ മുത്തു. അപ്പൊ ഇത് പവിഴമായിരിക്കുമല്ലേ? അല്ല പഴം. അയ്യേ. ശംഭു. ശകലം എങ്ങനെ തരാമോ? ഇവിടെ നോക്കാൻ. അതല്ല, ഞാൻ ശംഭു ധീരനായ ഒരു വേട്ടക്കാരനാണ്. ആഹാ. നിന്റെ മോന്ത ജനം കണ്ടിട്ടില്ല. എന്റെ പിള്ളേര് കിടന്ന് കരച്ചിലാ. നിങ്ങളൊക്കെ എന്തിനാ ഈ കാട്ടി വന്നത്? ഞങ്ങൾ നാഗമാണിക്ക് അടിച്ചോണ്ട് പോയി. അല്ല പിന്നെ ഞങ്ങള് പിന്നെ നാഗപ്പന്റെ കയ്യിൽ നിന്നും തേൻ വാങ്ങാൻ. ആ പാട്ടിലെ തേടി ബെസ്റ്റാ. ഞാനാരാന്നറിയാവോ? ഞാൻ കുട്ടൂസൻ, മുടിഞ്ഞ മന്ത്രവാദിയാ. ചുമ്മാ പറയുക. കാണണോ എന്റെ ശക്തി? എന്താ ഇത്? ഇവരുടെ ഇപ്പുറത്താക്കുന്ന കാണണോ? എവിടെ നോക്കട്ടെ. അയ്യേ പറ്റിപ്പോയി. ആയില്ല. ഇപ്പൊ കറക്റ്റായി. ഇപ്പൊ കറക്റ്റായി. ഷീട്ട് കൊണ്ടൊരു പരിപാടി ഉണ്ട്, അതുകൊണ്ട് കാണിക്കട്ടെ. മണ്ട ഞാൻ തല്ലി പൊട്ടി. വേണ്ട, നിങ്ങളൊക്കെ എന്തിനാ വന്നതെന്ന് പറഞ്ഞത്? എടാ നമ്മള് നാഗമാണിക്കും തപ്പി എടുത്തോണ്ട് പോകാനല്ലേ ചുമ്മാ ഓക്കറി കാണിക്കുന്നു, കണ്ണടച്ച് കാണിക്കുന്നു. എടാ മണ്ട, അവന്മാർ പറഞ്ഞ മനസ്സിലായില്ലേ? ഇല്ല. നാഗമാണിക്ക് അടിച്ചു മാറ്റാനാണ് നിങ്ങൾ വന്നതെന്നുള്ളത് ഞാൻ അറിയരുതെന്നാ. ഓ അങ്ങനെ. കൊടുക. ഇനിയെങ്കിലും പറഞ്ഞൂടെ എന്തിനാ വന്നത്? പറഞ്ഞോ. എന്തായാലും ഇവൻ നമ്മളെ പൊക്കി. ഞങ്ങള് നാഗമാണിക്യം തപ്പാൻ വന്നവരാണ്. നാഗമാണിക്ക് അടിച്ചു മാറ്റാൻ വന്നോ? ഇതെന്തായാലും ഞാൻ സമ്മതിക്കില്ല. ഇത് കാടിനെതിരാണ്. അതുകൊണ്ട് ഞാൻ പോലീസിൽ വിവരം അറിയിക്കും. അല്ലെങ്കിൽ വേണ്ട, നിങ്ങളെ ഞാന് ഇവിടെ ഞാൻ ഈ കാട്ടുവള്ളി വെച്ച് ഞാൻ നിങ്ങളെ വരിഞ്ഞങ്ങോട്ട് കെട്ടിയുണ്ടല്ല. പേടിയുണ്ടല്ലേ? നിന്നെ കെട്ടോളാം മൊട്ടത്തല. പാമ്പ്. പാമ്പ്. എന്ത് വിളിച്ചേ? ആര് വിളിച്ചു? നീ അല്ലേ വിളിച്ചേ? ഇതിനെ വിളിച്ചേ? ഞാൻ വിളിച്ചില്ല. ഭഗവാനെ, ദൈവം. വിക്രമൻ കഴുത്തിലോ? കളയരുതേ. വായില് നാഗമാണിക്കം ഇരിക്കുന്നു. തോണ്ടി പുറത്തെടുക്കടാ. പുറത്തെടുക്കാനോ? തോണ്ടിക്ക് പുറത്തെടുക്ക. അച്ഛനോട് പറയാം. എന്റെ കയ്യേക്കടാ കാണിക്കും. പോടാ. നീ തത്താലും വേണ്ടില്ല, നാഗമാണിക്കം ഇറക്കടാ. അയ്യോ, ഇത് എന്തോ ചെയ്യൂടാ. ഇക്കിളിയാക്കിക്കൊണ്ട് എല്ലാം പോടാ. ആണ്ടെ എന്താ? അല്ല ഞാനേ ഈ പാമ്പിനെ വെടി വെക്കാം. പാമ്പിനെ വെടി വെക്കാം. വേണ്ട. വെടി വെക്കല്ലേ? എന്നൊരു കാര്യം ചെയ്യാം. ഞാൻ ഇപ്പുറത്തൊന്ന് പാമ്പിനെ വെടി വെക്കാം. എന്നെ കൊല്ലല്ലേ. എടാ ഞാൻ പാമ്പിനെ അല്ലേ ഉന്നം വെച്ചത്. അതുകൊണ്ടാ പറഞ്ഞു എന്നെ കൊല്ലല്ലേ അത്. എടാ ഞാൻ വെടി വെക്കും. അയ്യോ അയ്യോ, നാഗമാണിക്കം പുറത്തു വന്ന്. എടുക്കരുത്. 2 മിനിറ്റ് കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഇത് എടുക്കാവൂ, അല്ലെ ശക്തി പോവും. എല്ലാരും കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കേ. ദൈവമേ, കൈതൊഴാൻ കേക്കുമാറാകണം. പവണം തുറന്നുകൊള്ളൂ. നാഗമാണിക്കം പോയി. ഭാവിയായി പോയി. ഞാൻ കൈയിരിക്കുന്നു. മറ്റേ കയ്യിൽ രണ്ട് കൈ കാണിച്ചേ. അതേ ഇരിക്കുന്നു. നാഗമാണിക്കം. അപ്പൊ പിന്നെ ഇതെന്തോ? അതെ, ഈ നാഗമാണിക്കം വിറ്റ് കഴിഞ്ഞാൽ നല്ല കാശ് കിട്ടുമല്ലോ. നിങ്ങളെയും കൂടെ എന്റെ പാർട്ട്ണർ ആക്കാമോ? എങ്ങനെ? ഞാനും കൂടെ ഇതിനകത്ത് പാർട്ട്ണർ ആകാം. വേണ്ട. നമുക്കേ എത്രയും പിടിന്ന് ഇവിടുന്ന് പോകണം. അതുകൊണ്ട് ഭയങ്കര ഡേഞ്ചർ ആയ കാടാ. അതുകൊണ്ട് നമുക്ക് ഈ കാട്ടിൽ നിന്ന് കിടക്കാം. എടാ പൊട്ടന്മാരെ എന്തോ ചെയ്യുക? കിടക്കാൻ പറഞ്ഞു. എടാ കടക്കാവെന്ന് ഇവിടെ നിന്നിച്ച് വാ. ചേട്ടന്മാരെ, നിങ്ങൾ എന്റെ ബുജിയെ കണ്ടോ? ബജിയാ? ബജിയല്ല, ബുജി.
നീ ഏതാ പെണ്ണെ? ഞാൻ ഡോറ. ഞാൻ കട്ടള. ഞാൻ ജന്നല. അപ്പൊ ഞാനോ? തടി പാഴ്ത്തടി. അതല്ല പറഞ്ഞേ, ഡോറയുടെ പേരാ. നിനക്ക് എന്താ വേണ്ടേ? എന്റെ കൂട്ടുകാരൻ ബുജിയെ കണ്ടുപിടിക്കാൻ സഹായിക്കുമോ? ആ സഹായിക്കാൻ ഇപ്പൊ നമ്മളെത്തി. സഹായിക്കാൻ ഞങ്ങളിപ്പോ എന്ത് ചെയ്യും? മാപ്പിനോട് ചോദിക്കൂ. മാപ്പേ മാപ്പേ, ഡോറയ്ക്ക് ബുജിയെ കണ്ടുപിടിക്കാൻ സഹായിക്കാമോ? മഴവിൽ പാലം, ചോക്ലേറ്റ് നദി, ഐസ്ക്രീം മല. എന്റെ കൂടെ പറയൂ. മഴവിൽ പാലം, ചോക്ലേറ്റ് നദി, ഐസ്ക്രീം മല. ഒന്നുകൂടെ പറയൂ. മഴവിൽ പാലം, ചോക്ലേറ്റ് നദി, ഐസ്ക്രീം മല. താനെവിടെ പോവാ? അതെ, ആദ്യം ചോക്ലേറ്റ് നദിയിൽ പോയി ഇത്തിരി ദാഹം മാറ്റാം. പിന്നെ അവിടെ നിന്ന് നേരെ ഐസ്ക്രീം അല്ല, വല്ലാത്ത വിശപ്പ്. എടാ കള്ള, മോഷ്ടിക്കാൻ പോവല്ലേടാ? മോഷ്ടിക്കാനോ? ഞാനോ? ഡോറ, ഞാനും വരുന്നു. ഐസ്ക്രീം അല്ല. വേട്ടക്കാരനും റോഡേം പോയി. റോഡേ പോയോ? അല്ല, പുല്ലിന്റെ പേരെന്തുവാ? ഡോറ. ഡോറേം പോയി. അതുകൊണ്ട് എത്രയും പിടിന്ന് നമുക്ക് ഈ കാട്ടിൽ നിന്ന് പുറത്തു കിടക്കണം. മിണ്ടാതിന്റെ പുറകെ വാ. കുട്ടിയുടെ പേരെന്താ? കാട്ടുമല്ലി. കാട്ടുമല്ലി. ഞാൻ മുത്തു. മുത്തു. ഞാൻ വിക്രമൻ. ഓംബ്ര. നിന്നോട് പോകാൻ പറഞ്ഞു. എന്നോടോ? ഓംബ്ര അല്ലേ? ഓംബ്രന്നെ തന്നെ. അതല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഐ ലവ് യു. കാട്ടുമല്ലി വിക്രമൻ, എന്ത് നല്ല ചേർച്ചയല്ലേ? ഒരു ചേർച്ചയില്ല. പക്ഷെ ഞാൻ നിന്നെ കാട്ടു കാട്ടു എന്നേ വിളിക്കൂ. കാട്ടു. അതെ, ഞാൻ നിന്നെ ചേട്ടത്തിന്ന് വിളിച്ചാ മതി. പോടാ അവിടെ നിന്ന്. ഇതെന്റെ പെണ്ണാ. എടാ, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണല്ലേ? നീ കെട്ടാൻ പോകുന്ന പെണ്ണാണെങ്കിലേ എന്റെ പിള്ളേരുടെ തള്ളയായത്. എടാ പോടാ, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ് എന്റെ പെണ്ണായത്. നീ എന്റെ കൂടെ വാ. എന്റെ കൂടെ വാ. പറ്റത്തില്ല. നീ നശിപ്പിച്ചു. ഞാനല്ല, എവനാ നശിപ്പിച്ചത്? ഞാൻ നശിപ്പിച്ചില്ല. ഞാൻ കെട്ടാൻ പോകുന്നതേ ഉള്ളൂ. അല്ല, എവൻ കെട്ടാൻ പോകുന്ന പെണ്ണായത്. എവൻ കെട്ടിക്കഴിഞ്ഞ ഒരു കൊച്ചുമായി. അയ്യോ, കൊച്ചായില്ല. ഇതെന്റെ ചേട്ടത്തിയാ. ഇവ എന്റെ ചേട്ടനാ. ചേട്ടന്റെ വനിയനും കൂടെ ഇവിടെ കെട്ടിക്കൊണ്ടിരുന്നു. അമ്മായിയപ്പനും അളിയന്മാരും എല്ലാം കൂടെ വരുന്നുണ്ട്. മേടിച്ചു കെട്ടിക്കോ. മകളെ ഇതല്ലേ ഇവർക്കാർക്ക് സംസാരശേഷിയില്ല. ഡാഡി ഗിരിജ ഇതാണോ? നിങ്ങള് ആരൊക്കെ? ഞാൻ വിക്രമൻ, ഭയങ്കര ഗുണ്ടയാണ്. ഞാൻ കൊള്ളക്കാരൻ മുത്തു. ഞാൻ കുട്ടൂസൻ, മുടിഞ്ഞ മന്ത്രവാദിയാ. ഒരെണ്ണം സാമ്പിൾ കാണിക്കാം. ഓം ചിം. വിരളി ഞാൻ തല്ലിപ്പറിക്കും. പട്ടി ചീട്ട് കൊണ്ടുള്ളതായാലോ? കൊല്ലി ഞാൻ. നിങ്ങൾ നാഗമാണിക്കം എടുക്കാൻ വന്നവരാണല്ലേ? അതെ, അടിച്ചു മാറ്റിട്ട് അങ്ങനെ കയ്യിലേക്ക് ഒളിച്ചു വെച്ചേക്കും. എനിക്ക് തരും, എനിക്ക് തരും. അതെങ്ങനെ അറിയാം? ദേവരെല്ലാം ചൊല്ലിയാച്ച്. എന്നിട്ട് പുള്ളി വന്നില്ലേ? ആര്? ദേവര്. ഏയ്, ദേവരെന്ന് പറഞ്ഞാ ഈ കാട്ടിലെ കുലദൈവം. കുലദൈവം, കുലദൈവം, കുലദൈവം. നിങ്ങളാരാ? ഞാനാണ് ഈ കാട്ടിലെ മൂപ്പൻ. അപ്പൊ ഇതെന്താ? ഇതാണ് പെരിയ മൂപ്പൻ. എവരെ തല്ലിക്കൊന്നിട്ടല്ല ഞാൻ മൂപ്പനായത്. ഇനി എന്നെ തല്ലിക്കൊല്ലാതെ ഞാൻ നോക്കണം. നിങ്ങൾ വന്നത് നല്ല ദിവസം. നിങ്ങൾ ഈ കാടിലെ അതിഥികൾ. നിങ്ങൾ അതിഥികൾ. നിങ്ങൾ അതിഥികൾ, ഇതും അതിഥികൾ. ഇവര് അതിഥികളാണോ? ഇവരെവിടെ വന്നേ? ഇവർ ഉൾക്കാട്ടിൽ നിന്നും വന്ന ഞങ്ങളുടെ കൂട്ടുകാർ അതിഥികൾ. അങ്ങനെ അത് അവരുടെ സ്നേഹം, സന്തോഷം. എന്തായാലും വന്ന സ്ഥിതിക്ക് ഈ കാട്ടില് ഉത്സവം മാതിരി. ഉത്സവമാണ്. ഉത്സവം
ഉത്സവം ഉത്സവം. അതെ, ഉത്സവം വഴി അന്നദാനമൊക്കെ ഉണ്ടാവൂലേ? വയറ് വെച്ചെന്നിട്ട് വയ്യ, 2 ദിവസമായി വല്ല കഴിച്ചിട്ട് എന്തെങ്കിലും വയറ് നിറച്ച് സാപ്പാട് തരാം. മല്ലി മല്ലി മാത്രം പോരാ, ഉപ്പും മുളകൊക്കെ ഇട്ടുള്ള കറിയൊക്കെ വെച്ച് ചോറ്. അയ്യോ അതല്ലേ, നീ പോമാ പഴം കിഴങ്ങ് അത് നീ ഇത് കിഴങ്ങ്. ഇയാള് കിഴങ്ങനാണ് ഈ കാട്ടുകൊമ്പര് വരെ ഒരുപാട് സാധനം ഇരിക്കേ. സാപ്പിട് വയറ് നിറയെ സാപ്പിട്. കഴിക്കല്ലേ, ഞാനുണ്ട്. കാരണം പോയില്ലേ? പോയില്ല. ഞാൻ അവിടെ ചെന്നപ്പോഴേ അവിടെ ഐസ്ക്രീമും ഇല്ല, ചോക്ലേറ്റ് നദിയും ഇല്ല. പിന്നെ നേരെ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ മറ്റേ ചുവന്ന റിബണൊക്കെ കെട്ടി കൊമ്പൊക്കെ വെച്ചിട്ടൊരു മനുഷ്യൻ വന്നു. മായാവിയാണോ ഡബ്ലി ആണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. വെടിവെച്ചിടാൻ വയ്യായിരുന്നു അവനെ. അവനെ ഞാൻ ഉന്നം വെച്ചിട്ടാണോ ഡോറക്കിട്ട് കൊല്ലാൻ ഞാൻ നേരെ പോയി ജയിലിനകത്ത് കിടക്കാൻ. എനിക്കങ്ങനെ വയ്യ. എന്നിട്ട് ഇയാൾ വന്നോണ്ട് എന്റെ അടുത്ത് പറഞ്ഞ് പുറത്തോട്ട് അങ്ങോട്ട് കയറിക്കോ, നേരെ നാട്ടിൽ കൊണ്ട് തട്ടിത്തരാന്ന്. ഞാൻ കേക്കോ, ഞാൻ നേരെ ഡോറ എടുത്ത് അവന്റെ പുറത്തിരുത്തി പൊന്നളയാൻ നേരെ കൊണ്ട് തട്ടിക്കോന്ന് പറഞ്ഞ് അവക്കൊരു പണി കൊടുത്തു. ഞാനാരാ പോൻ പഴം. ഇതാര് ശംഭു. നിങ്ങൾ സാപ്പാട് ശരിക്ക് സാപ്പിട്. അതെ, ഞങ്ങളും അതിഥികള്, എവരും അതിഥികൾ. അപ്പൊ ഞങ്ങൾ മാത്രം കഴിച്ചാൽ പോരെ, അവർക്കൂടെ കൊടുക്കണ്ടേ? നിങ്ങൾ കഴിക്കുന്നതാണ് നമുക്ക് സന്തോഷം. അവരെ അങ്ങനെ നിർത്തിക്കൊണ്ട് ഞങ്ങൾ കഴിക്കുന്നത് ശരിയല്ലല്ലോ, അവർക്കൂടെ ഭക്ഷണം കൊണ്ട്. നിങ്ങൾ അത് ബസമിക്കണ്ട, നിങ്ങൾ കഴിക്കുന്നതാണ് ഞങ്ങൾക്കും അവർക്കും സന്തോഷം. ഇതെല്ലാം കൂടെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ അതിഥികൾക്ക് എന്തെങ്കിലും വേണ്ടേ? നിങ്ങൾക്കുള്ള ഭക്ഷണമാണ് ഇത്, അവർക്കുള്ളതോ? അവർക്കുള്ള ഭക്ഷണമാണ് നീങ്ക. മിമിക്രി വേദികളിൽ നിന്ന് ചലച്ചിത്ര ലോകത്തെത്തി അഭിനയ കരുത്തുകൊണ്ട് ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് കോമഡി സൂപ്പർ നൈറ്റ് 2-ൽ ഇന്നത്തെ അതിഥി. ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ സലീം കുമാർ. 2 പതിറ്റാണ്ടുകളേറെയായി മലയാളിയെ ചിരിപ്പിച്ചും കണ്ണു നനയിപ്പിച്ചും കൂടെ കൂടിയ ഒരു മഹാനടൻ ശ്രീ സലീം കുമാർ. മലയാള സിനിമയ്ക്ക് നോൺ സ്റ്റോപ്പ് ചിരി സമ്മാനിച്ച ഹാസ്യതാരം. ഗ്ലാമറിന്റെ പരിവേഷമില്ലാതെ കഠിനാധ്വാനത്തിന്റെ കരുത്തും പ്രതിഭയുടെ തിളക്കവുമായി വെള്ളിത്തിരയുടെ മുന്നിലെത്തിയ മലയാളത്തിന്റെ സാധാരണക്കാരൻ. അനുകരണ കലയിലൂടെ കലാജീവിതം ആരംഭിച്ച സലീം കുമാർ ടെലിവിഷൻ ചാനലുകളുടെ മിനി സ്ക്രീനിൽ നിന്നും മലയാള സിനിമയുടെ വെള്ളി വെളിച്ചം നിറഞ്ഞ ബിഗ് സ്ക്രീനിലേക്ക് ആത്മവിശ്വാസത്തോടെ ചുവടുവെക്കുകയായിരുന്നു. തുടക്കത്തിൽ ലഭിച്ച ഹാസ്യതാരം എന്ന പരിവേഷത്തിൽ നിന്നും ഗൗരവമുള്ള വേഷത്തിലേക്ക് ഈ താരം ചുവടുവെച്ചതിന്റെ ഫലമായാണ് ഇന്ത്യൻ സിനിമയ്ക്ക് അഭിമാനമായി മാറിയ ഒരു ആദാമിന്റെ മകൻ അന്ന് മലയാളിക്ക് ലഭിച്ചത്. ഈ യാത്രയിൽ ഞങ്ങൾ ഒരിക്കലും തിരിച്ചുവരവിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല ജോൺസ. ആ മണ്ണിൽ കിടന്ന് മരിച്ച അതൊരു ഭാഗ്യം. മലയാളത്തിന്റെ അതിരുകൾക്കപ്പുറം മാരിയൻ എന്ന തമിഴ് ചിത്രത്തിലൂടെ ഹോളിവുഡിലും മലയാളിയുടെ ഈ പ്രിയതാരത്തിന്റെ താരത്തിളക്കമെത്തി. ഏറ്റവും ഒടുവിൽ കട്ടപ്പനയിലെ ഋതിക് റോഷനിലൂടെ മലയാളിക്ക് ചിരിവിരുന്നൊരുക്കി അദ്ദേഹം തന്റെ അഭിനയത്തിന്റെ മാന്ത്രികത പിന്നെയും തുറന്നുകാട്ടുകയാണ്. അവൻ ഫോട്ടോജനിക്കാണ്. ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ജനിച്ചവരെ അഭിനയിക്കാറുള്ള കയ്യൊപ്പ് ചാർത്തുന്ന കഥാപാത്രങ്ങളുമായി ഇനിയുമേറെ ദൂരം സഞ്ചരിക്കാനുള്ള സലീം കുമാറിനെ ചിരിയുടെ ആഘോഷരാവായ കോമഡി സൂപ്പർ നൈറ്റിന്റെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ശരിക്കും കോമഡി സൂപ്പർ നൈറ്റിന്റെ ഈ വേദി ശരിക്കും ഒരുപാട് സന്തോഷത്തിലാണ്. അതിലുപരി ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഭാഗ്യമാണ്. കാരണം സലീമേട്ടനെ പോലെയുള്ള ഒരു ആർട്ടിസ്റ്റ് നമ്മുടെ ഫ്ലോറിൽ ഗസ്റ്റ് ആയിട്ട് വരിക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യമാണ്. വി ആർ വെരി വെരി ഹാപ്പി. ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സലീമേട്ടനെ. അതെ, സലീമേട്ടൻ തന്നെയാണ് പ്രിയപ്പെട്ട സലീമേട്ടൻ. അല്ല, അതില് നല്ല ഗോൾഡിന്റെ ചെയിൻ ആണല്ലോ കണ്ടത് ആ പ്രൊഫൈലിൽ കഴിഞ്ഞിട്ട്. അത് ഓർത്ത് ഞാനത് ഇപ്പോ ഈ അലുമിനിയത്തിന് താന്നൊരു സാധനമാണ്, അത് ഗോൾഡാണ്. അപ്പോ ഇത്
അതിനുശേഷം ഞാനൊരു 3 സിനിമ പ്രൊഡ്യൂസ് ചെയ്തു. ആ വ്യത്യാസമാണ്. ഞാൻ അവസാനമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത പടമാണ് കറുത്ത ജൂതൻ. അതെന്നോടൊപ്പം മാധവൻ എന്ന് പറഞ്ഞ ആളും കൂടി ഉണ്ട്. എന്നിരുന്നാൽ പോലും അതിന്റെ സംവിധായകൻ ഞാനാണ്, സ്ക്രിപ്റ്റ് റൈറ്റർ ഞാനാണ്, നാളെ പോസ്റ്റർ ഒട്ടിക്കുന്നത് ഞാനായിരിക്കുള്ളൂ. അപ്പൊ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അതെ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആ മാല കണ്ണൂര് പണയം വെച്ചൊക്കെയാണ്. അപ്പോ അതുവരെ ഇടാനായിട്ട് എനിക്ക് കാശിയിൽ നിന്ന് ആ ഷൂട്ടിങ് കാശിയിലുണ്ടായിരുന്നു. കാശി ചെന്നപ്പോ അവിടുത്തെ ഒരു സ്വാമി അജയ് ഭാരതി എന്ന് പറഞ്ഞ സ്വാമി എനിക്ക് തന്നാണ് ഈ മാല. ഈ മാല തന്നു വെച്ചാൽ ഇതില് ഒരു ഭയങ്കര പ്രത്യേകത വെച്ചാൽ ഈ മാലയിൽ ഇത് ഏകമുഖ രുദ്രാക്ഷമാണ്. അധികം ആർക്കും ഇല്ലാത്തൊരു സംഭവമാണ്. അപ്പൊ അതിനേക്കാൾ വില എനിക്ക് ഇതിനുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അധികം അങ്ങനെ എല്ലാവരും കൈകളിലും ഇല്ലാത്തൊരു സാധനമാണ് ഈ ഏകമുഖ രുദ്രാക്ഷ. അപ്പൊ സ്വാമി എന്തോ മാല പണയം വെച്ച വിവരം അദ്ദേഹം ജ്ഞാനദൃഷ്ടിയിൽ അറിഞ്ഞു കാണും. അപ്പൊ അങ്ങനെ എനിക്ക് തന്നതാണ്. സന്തോഷമായി. ഞാനിപ്പോ സിനിമയിൽ വന്നിട്ട് കുറച്ചു കാലമായിട്ടുള്ളൂ. പക്ഷെ ആ കുറഞ്ഞ കാലഘട്ടത്തിൽ തന്നെ ഞാൻ കേട്ടത് സലീമേട്ടൻ ഭയങ്കര ജാടക്കാരനാണ്, ഭയങ്കര അഹങ്കാരി. സത്യത്തിൽ അഹങ്കാരി അല്ലേ? ആണോ? അതെ, അത് പറയാൻ വളരെ വിനയുണ്ടിരിക്കും. ഞാൻ അഹങ്കാരിയാണെന്ന് പറയാനായിട്ട്. അപ്പൊ ആളുകൾക്ക് തെറ്റിയിട്ടില്ല? ആളുകൾക്കും തെറ്റിയിട്ടില്ല. അവര് കറക്റ്റാണ് അവര് പറഞ്ഞത്, അഹങ്കാരിയാണ്. ഈ ദേശീയ അവാർഡ് കിട്ടിയതിനു ശേഷം, ആദാമിന്റെ മകൻ അബുവിന് ശേഷം ഈ അവാർഡ് കിട്ടിയല്ലോ, അതിനുശേഷമാണ് അഹങ്കാരം തലയിൽ വന്നത്. അതല്ല ആദാമിന്റെ മകൻ അബുവിന് ശേഷവും പിമ്പ് എന്നൊരു വ്യാഖ്യാനം എന്റെ ജീവിതത്തിലില്ല. ഞാൻ എന്തായിരുന്നു ഞാൻ പണ്ട്, അത് തന്നെയാണ് ഇപ്പോഴും. ആളുകൾക്കാണ് തെറ്റിപ്പോയത്. അതിന് മുമ്പും പിമ്പും എന്നൊക്കെ പണ്ടേ അഹങ്കാരിയായിരുന്നു. അപ്പൊ അതിന് തുടർന്ന് വന്നു ഞാൻ. അപ്പൊ അവാർഡ് കിട്ടിയപ്പോ അത് മെയിൻറ്റെയിൻ ചെയ്ത് വളരെ ഡീസന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളൂ. ചുമ്മാ ആളുകൾക്ക് അതിന് പറയണ്ടേ? അല്ല, ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ദേശീയ അവാർഡ് കിട്ടിയപ്പോ സലീമേട്ടൻ അത് തലയിൽ വെച്ചിട്ടാണ് നടക്കണെന്ന്. തലയിൽ വെച്ച് അത് വെക്കേണ്ട സ്ഥലത്തല്ലേ വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ തലയിൽ വെച്ചത്രേ ഉള്ളൂ. അങ്ങനെ ഒരു ദേശീയ അവാർഡ് ഞാൻ പറഞ്ഞില്ലേ, ആളുകൾ അങ്ങനെയാണ് കാണണമെങ്കിൽ അതാണ് ഞാൻ. ആളുകൾ എങ്ങനെ അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ അങ്ങനെയല്ല, തിരുത്താനൊന്നും ഞാൻ ആളല്ല. നമുക്കൊരു വിശ്വാസമുണ്ട്, ഈശ്വരൻ എന്നൊരു സങ്കല്പമുണ്ട്. അപ്പൊ നമ്മൾ കുറെ സംഭവങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് ഈശ്വരനെ കുറിച്ച്. ഈശ്വരൻ അതാണ്, ഈശ്വരൻ ഇതാണ്, ഈശ്വരന് ചുക്കുമല്ല എന്ന് പലപ്പോഴായിട്ട് നമുക്ക് മനസ്സിലാവും. അതേപോലെയുള്ള ആളുകളുടെ വിശ്വാസം അവരെ പൊറിപ്പിക്കട്ടെ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ല അത്. ആമ്പിള്ളേര് പറഞ്ഞ ദൈവവിശ്വാസം കയ്യും കാലുള്ള ദൈവത്തിനൊന്നും വലിയ വിശ്വാസമില്ല. അല്ലാത്ത ദൈവങ്ങളുടെ അന്ധവിശ്വാസം എന്ന് വെച്ചാൽ അന്ധവിശ്വാസം എന്ന് ഈ ദൈവവിശ്വാസത്തിന്റെ അതിന് പറയുന്നതാണ് അന്ധതയിൽ വിശ്വസിക്കുക എന്നുള്ളത്. ഞാൻ ഭക്തനായിരുന്നു. ഇപ്പൊ ശബരിമലയിൽ 18 കൊല്ലം ഞാൻ ചവിട്ടി, 18 കൊല്ലം ഞാൻ പോയ ആളാണ്. അപ്പോഴാണ് ഈ 18ാം കൊല്ലമാണ് മുകളിലൊരു സാധനം വിധിച്ചേക്കുന്നത്, തത്വമസിന്ന്. അത് നീയാവുന്നു, അതായത് ദൈവം ഞാനാവുന്നു. പിന്നെ എന്നെ കാണാൻ ഞാൻ ശബരിമലയിൽ പോകേണ്ട കാര്യമില്ലല്ലോ, വേളാങ്കണ്ണി പോകേണ്ട കാര്യമില്ലല്ലോ, മക്കയെ പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ പോകുന്നില്ല, അത്രേ ഉള്ളൂ. സ്കൂൾ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരുപാട് രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അതല്ല എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ടാവും രസകരമായ അനുഭവങ്ങൾ. എന്നാലും സലീമേട്ടന്റെ കുറെ അനുഭവങ്ങൾ അറിയാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം. എങ്ങനത്തെ അനുഭവമാണ്? എനിക്ക് പലതരം അനുഭവങ്ങളാണ് ഉള്ളത്. അപ്പൊ ഏത് ടൈപ്പ് അനുഭവം എന്ന് പറയണം, അല്ലാതെ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്നൊക്കെ പല പല അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നോ? എന്നങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും ഡിക്കനായിരുന്നു. ഡിക്കൻ അത്രേ ഉള്ളൂ. ഡിക്കൻ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ആമ്പിള്ളേര് വേറെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഡിക്കൻ വികൃതിയായിരുന്നു? ആ വികൃതി എന്ന് വെച്ചാൽ ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാവേണ്ട വികൃതികള്. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഒരുപാട്, ഞാൻ പ്രീ ഡിഗ്രി കഴിയുമ്പോൾ ആൺകുട്ടികള് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ ആൺകുട്ടികൾ എന്നെ ഭയങ്കര ആരാധനയോട് കണ്ടിരുന്നു. കാരണം ഞാൻ പെൺകുട്ടികളായിട്ട് അത്രയും സുഹൃത്ത് ബന്ധത്തിൽ നടക്കുന്നതിന്റെ പേരിലാണ് ഇവർക്കൊരു അസൂയായിരുന്നു. എന്താണ് ഞാനൊരു 10-15 പെൺകുട്ടികൾ ആയിട്ടൊക്കെയാണ് ഒരു സമയത്ത് ഇവർ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയാണ് മാറി സംസാരിക്കുക. അപ്പൊ ഞാനിങ്ങനെ 10, 20, 25 നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഓരോരുത്തര്. അപ്പോ ഒരാൾക്കായിട്ട് മാത്രം എന്റെ പ്രണയം സ്നേഹം ഞാൻ പകർന്നു കൊടുത്തില്ല, ഒരുപാട് പേരായിരുന്നു. കൃഷ്ണനായിരുന്നു, കൃഷ്ണനല്ല അതിന്റെ അർത്ഥം. സുഹൃത്ത് ബന്ധമായിരുന്നു, പ്രണയമല്ലായിരുന്നു. എനിക്കൊരു ഡൗട്ട് ഉള്ളത്, ഈ പെൺകുട്ടികൾക്ക് ഇത്രമാത്രം സലീമേട്ടന്റെ അടുത്ത് ഇഷ്ടപ്പെടാനുള്ള ഒരു റീസൺ എന്താണ്? ഒറ്റ റീസൺ ഞാൻ ചോദിച്ചവരോട് എന്താണെന്ന്. കാരണം അറിയണമല്ലോ, കാരണം ഇവരുടെ മടിയിൽ തലച്ചു കൊടുക്കാൻ ഞാൻ അവിടെ കിടക്കാറുണ്ട്. സത്യം, ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണ്. അത് അവരുടെ ഭർത്താക്കന്മാര് ഇപ്പൊ കെട്ടിയവന്മാർക്ക് ഒരു അറിയാം. അപ്പൊ
അപ്പൊ അവര് ചോദിച്ചു എന്താണ് നീയൊക്കെ എന്ത് എന്നെ ഇത്ര ഇത്ര വൃത്തിയായിട്ടൊരു മനുഷ്യനായി എന്നെ ഇത്ര അടുപ്പിക്കുന്നതെന്ന് വെച്ചാൽ നീ നോക്കുന്നത് ഞങ്ങളുടെ കണ്ണിലാണ്, വേറൊരു സ്ഥലത്തും അല്ല, അതിന്റെ പേരിലാണെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പൊ അതായിരുന്നു. അപ്പൊ അതെനിക്ക് കറക്റ്റായിട്ട് അറിയാം. അല്ല അത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷെ ഈ പെൺകുട്ടികൾ ഇങ്ങനെ ഇത്രയും അറ്റാച്ച്മെന്റ് ഒക്കെ വന്നപ്പോ ഒരു പ്രണയം പോലും വന്നില്ല എന്ന് പറയുന്നതാണ് എനിക്കൊരു അത്ഭുതം. അല്ല, പ്രണയമുണ്ട്. പ്രണയം വേറെ, സൗഹൃദം വേറെ. എല്ലാ പെണ്ണുങ്ങളിലും പ്രണയം കാണാൻ പറ്റും. അതൊരു രോഗമാണ്. അതിനല്ലാതെ എല്ലാ പെണ്ണുങ്ങളിലും അത് കാണാൻ പറ്റും. അതിനൊക്കെ ചില സാധനം കൊണ്ട് അത്യാവശ്യ കാര്യങ്ങളിൽ ഞാൻ പ്രേമിച്ച് കല്യാണം കഴിച്ച ഒരാളാണ്. ശരിക്കും ഒരു പ്രണയം ഉണ്ടായുള്ളൂ. അതെന്റെ വൈഫാണ്. വൈഫിനെ കാണാൻ പോണ വഴിക്ക് ഒരു പ്രണയം ഉണ്ടായി. പ്രണയം എന്ന് വെച്ചാൽ അങ്ങനെ അവിടെ ചെന്ന് കെട്ടിപ്പിടിക്കുക, അത് ആ പ്രണയമൊന്നുമല്ല. സൈക്കിളിലൊക്കെ പോകുമ്പോ സൈക്കിളാ, ഈ സൈക്കിളിൽ പോണ ഒരു ദൂരം ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് എന്റർടൈൻമെന്റ്. നമ്മൾ ഒരു ടൂർ പോകണം, മൂന്നാറ്. നേരെ മൂന്നാറല്ല പോണത്, ഇടയ്ക്ക് ചായ കുടിക്കും നമ്മള്, ഇടയ്ക്ക് ചോറ് തിന്നും, അങ്ങനെയൊക്കെ പോയിട്ടല്ലേ. അങ്ങനത്തെ ഒരു എന്റർടൈൻമെന്റ് അത്ര ഉണ്ടായിരുന്നു. അത്ര ഉള്ളു. അല്ലാതെ മെയിൻ പ്രണയം എന്റെ വൈഫായിട്ട് തന്നെയായിരുന്നു. ചേച്ചിക്ക് പ്രണയലേഖനം കൊടുത്തിട്ടുണ്ടോ? ഇഷ്ടം പോലെ. ഞാൻ അങ്ങനെ ഒരു സാഹിത്യകാരനായിട്ട് മാറുന്നത്. കാരണം നമ്മൾ സാഹിത്യകാരനായിട്ട് MT അങ്ങനെയൊക്കെയുള്ള ആ തലങ്ങളിലേക്ക് എത്തുന്നത് ഏത് വിഡ്ഢിയും ആ തലങ്ങളിലേക്ക് എത്തും. അത് പ്രേമിക്കുന്ന സമയത്താ. കാരണം പ്രകൃതിയെ പറ്റി, കാമുകിയെ പറ്റിയൊക്കെ അവന്റെ സാഹിത്യകാരൻ കല്യാണത്തോടു കൂടി നശിഞ്ഞ് മൂലാന്തരപ്പെടുകയും ചെയ്യും. അതാണ്. അല്ലെങ്കിൽ ഒരുപാട് സാഹിത്യകാരന്മാർ ഒത്തിരി പേരുണ്ടായിരുന്നു. സാഹിത്യത്തിലേക്ക് അധികം ആൾക്കാർ വരുന്നില്ല. ചേച്ചിക്ക് കൊറേ പ്രേമലേഖനങ്ങളൊക്കെ കൊടുത്തല്ലോ, അതില് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും 1-2 വരികളൊക്കെ ഓർമ്മ ഉണ്ട് എപ്പോഴും? എന്റെ വൈഫിന്റെ കയ്യിൽ അതുണ്ട്. ഞാൻ പറഞ്ഞ പിള്ളേര് ഇത് കാണരുത്, കാരണം എന്നെ അത്രക്ക് വൃത്തികെട്ടവനായിട്ട് കാണുള്ളൂ അവര്. ആ സകല ബഹുമാനവും അത് എന്റെ വൈഫ് ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ടത്. ഞാൻ അടുത്ത് കത്തിയാണ്. നാണമെന്ന് എനിക്ക് ഇപ്പൊ എടുത്ത് വായിച്ചു നോക്കട്ടെ എന്തൊക്കെയാണ് ഞാൻ ഈ സ്ത്രീനെ അറിയാണ്ട് പറഞ്ഞതെന്ന് വെച്ചിട്ട്. അല്ല, ഒരു 1-2 വരികള് നമുക്ക് ആ ഒരു ലെവൽ അറിയാൻ വേണ്ടിട്ടാണ്. ഏത് ലെവല്? എഴുത്തിന്റെ ഒരു ലെവൽ. ഒരു വരി ഞാൻ പറയൂല, പ്ലീസ്. ഒരിക്കലും പറയൂല, ഒരു വരി ഞാൻ പറയൂല. എനിക്കറിയാലോ അത്രയ്ക്ക് ലോ ലെവലാണോ? അത്രയ്ക്ക് ലോ ലെവലാണോ? ലോ ലെവൽ എന്നല്ല, ആ സാഹിത്യം അതാണ്. ഇപ്പൊ അറിയാല്ല, ഇപ്പൊ എന്നോട് ഓ ഇതിപ്പോ അതറിയാം, എല്ലാവർക്കും അറിയാവുന്ന സംഭവം. എത്ര ചീപ്പാണ് ഒരാള്. ഇനി ആരാവട്ടെ അയാളുടെ പ്രണയലേഖനം വായിക്കാൻ സമ്മതിക്കൂല. കാരണം അയാൾക്കറിയാം അയാളുടെ സർവ്വവികാരങ്ങളെ കത്തില് സാഹിത്യം പിടിപ്പിച്ചിട്ട് ഞാൻ എഴുതി കൊടുക്കുമായിരുന്നു. ഞാൻ പ്രേമലേഖനം എഴുതി കൊടുക്കുമ്പോഴ എന്റെ വൈഫ് കണ്ടിട്ടുണ്ട്, അവള് വിശ്വസിക്കുന്നില്ല. ഞാൻ അത്ര തിരക്കുള്ള സാഹിത്യകാരനാണ് ആ സമയത്ത്. കുറച്ച് മുന്നോട്ട് എന്തായാലും അപ്പൊ സ്കൂളിലും കോളേജിലൊക്കെ കലാപ്രവർത്തനങ്ങളിൽ സജീവമായിരിക്കുമല്ലോ ആ സമയത്ത്. അപ്പൊ എന്തൊക്കെയായിരുന്നു മെയിൻ ഐറ്റംസ്? എന്റെ മോണാക്ട് മിമിക്രി ആയിരുന്നു മെയിൻ ഐറ്റം. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നി സർവകലാപ്രതി പഠിച്ചാൽ എന്താണെന്നൊരു തോന്നല്. അങ്ങനെ ഫാൻസി ഡ്രസ്സിന് ചേർന്നു. ഫാൻസി ഡ്രസ്സിന് ഏതൊക്കെ വേഷങ്ങളായിരുന്നു ചെയ്തത്? ഫാൻസി ഡ്രസ്സിന് അത് ഞാൻ അവതരിച്ച എല്ലാ ഐറ്റവും പിറ്റേ ദിവസത്തെ പത്രത്തിൽ വന്നിട്ടുള്ളതാണ്. മോണാക്ട് ആയാലും മിമിക്രി ആയാലും എനിക്ക് പ്രൈസ്, ഫാൻസി ഡ്രസ്സൊന്നും പ്രൈസ് കിട്ടിയില്ല. അന്ന് ഈ ആദിവാസി പീഡനങ്ങളൊക്കെ ഒരുപാടുള്ള സമയമായിരുന്നു. അപ്പൊ ഗർഭിണിയായിട്ടുള്ള ഒരു ആദിവാസി പെൺകുട്ടി, ഈ പെൺകുട്ടി പത്രത്തിന്റെ ഇതിൽ നിങ്ങളൊക്കെ വായിച്ചതാണോ അതൊക്കെ? അപ്പൊ ആ ഒരു 93 കാലഘട്ടത്തിലുള്ള ആൾക്കാർ അഭിജിത്ത് അപ്പൊ ധർമ്മേന്ദ്രൊക്കെ വായിച്ചു കാണാൻ സാധ്യതയില്ല. അപ്പൊ ഈ പുലിവലക്കലത്തിൽ പേര് കിട്ടിയില്ലെങ്കിൽ പറയുന്നില്ല ഒരു പേര്. അപ്പോ 93 കാലഘട്ടമാണ്. ആ സമയത്ത് ഈ ഒരു ഗർഭിണിയായിട്ട് ആത്മഹത്യ ചെയ്ത ഒരു ആദിവാസി യുവതിയായിരുന്നു. പിന്നെ ഒരു സമയത്ത് മയക്കുമരുന്നിനെതിരെയൊക്കെ ഒരു സാധനം 2 തവണ ഞാൻ അവതരിപ്പിച്ചു, ഒന്നും കിട്ടിയില്ല. പക്ഷേ അത് ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷെ മിമിക്രിയിൽ ഇന്നും എന്റെ റെക്കോർഡ് തകർത്തിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് 3 വർഷം അത് തകർത്തിട്ടില്ല. കണ്ടിന്യൂസ് ആയി 3 വർഷം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. അതെ അതെ, അത് തകർക്കപ്പെട്ടിട്ടില്ല. യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ വിന്നർ ആയതിനു ശേഷം അതായിരുന്നു കലാഭവനിലേക്കുള്ള ഒരു യാത്ര. അതെ അതെ, ഇത് ഞാൻ ചേരുന്ന തന്നെ അത് തന്നെയാണ്. ഇപ്പൊ ഡിഗ്രി പഠിച്ചിട്ട് ഞാനിവിടെ മലമറത്താൻ പോകുന്നത് എനിക്ക് തന്നെ അറിയാം. എനിക്ക് സിനിമയിൽ വന്നം, എനിക്ക് സിനിമ അതിന്റെ ആഗ്രഹമായിരുന്നു, സിനിമ നടനാവുക എന്നുള്ളത്. അപ്പൊ ഒരാളിന് ചാൻസ് ചോദിക്കാന്ന് വെച്ചാല് ആത്മഹത്യാപരമാണെന്ന് അന്ന് അതൊന്നും തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നത് കേട്ടോ, എന്റെ ഒരു മനസ്സിൽ. അതെ, എങ്ങനെ ചെയ്ത് പറ്റൂലെന്ന് പറഞ്ഞ പിന്നെ എനിക്ക് ജന്മത്ത് സിനിമയിൽ ചെയ്യാൻ പറ്റില്ല. ഒരാൾ പറഞ്ഞത് പറ്റൂലോടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജന്മത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ഈഗോ ഒക്കെ മനസ്സിൽ കിടന്നതിന്റെ പേരിൽ എന്നെ വിളിക്കണം, അതിനുള്ള ശ്രമങ്ങൾ എന്ന് വെച്ചിട്ട് ഞാൻ കണക്കൂട്ടി.
അല്ലെങ്കിൽ ഞാൻ പറവൂരെടുക്കുന്ന ഞാൻ മഹാരാജാസ് കോളേജിൽ പഠിക്കാൻ വന്നെങ്കിൽ തന്നെ കാര്യം ആലോചിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വന്ന് യൂണിവേഴ്സിറ്റിയിൽ മിമിക്രിക്ക് ചേർന്ന് പ്രൈസ് കിട്ടി, ഇത് കണ്ട കലാഭവൻകാരി വിളിക്കുന്നു, ഇതൊക്കെ ഒരു സ്വപ്നമാണ്. കലാഭവൻകാരി വന്ന് വിളിക്കുന്നു, അതുവഴി സിനിമയിൽ കയറുന്നു. ഒരിക്കലും നടക്കാത്ത സ്വപ്നം എന്ന് അറിയാം. എന്നിരുന്നാൽ പോലും എങ്ങാൻ ബിരിയാണി കൊടുക്കാണ്ടെങ്കിൽ വെച്ചാൽ മഹാരാജ്. അതെ, എല്ലാം കറക്റ്റായി. ദൈവാധീനം എന്ന് വെച്ചാൽ എല്ലാം കറക്റ്റായിരുന്നു. അതെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ഒന്നിനെ വഞ്ചിച്ചിട്ടില്ല. ഞാൻ വന്ന വഴിയിലൊക്കെ വലിയൊരു സത്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നിനെ വഞ്ചിക്കാത്തതിൻ്റെ പേരിൽ ഈശ്വരൻ ഞാൻ ചാർട്ട് ചെയ്ത സംഭവത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചു. കലാഭവനിലെ കൂട്ടുകാരൊക്കെയായിരുന്നു? മണി, ജയൻ, നൗഷാദ്, രാജേഷ്, സജീവൻ. കലാഭവമണിയാണെന്ന് ലീഡർ. മണിയാണ് അന്ന് കലാഭവമണിയല്ല, മണിയാണ്. കാരണം കലാഭവനിൽ തന്നെയാണല്ലോ ആ സൗഹൃദം. പിന്നെ അങ്ങനെ ഒരുപാട് അവൻ മരിക്കുന്നവരെ അതേ സൗഹൃദം ഒരു പോറലും പോലും ആക്കാതെ അവൻ മരിക്കുന്നവരുണ്ടായിരുന്നു. ഇപ്പോഴുണ്ട്. മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട 2 ചിരികളാണ് മണിച്ചേട്ടന്റെ ചിരിയും സെലിമേട്ടന്റെ ചിരിയും. ഈ മണി എന്റെ ചിരി അസാധ്യമായിട്ട് ഇമിറ്റേറ്റ് ചെയ്തിരുന്നു. മണിയായിരുന്നു ഏറ്റവും ആദ്യം. കാരണം കലാഭവനിൽ വെച്ച് ഞാൻ സിനിമ ഇറങ്ങിയ ശേഷമല്ലായിരുന്നു. കലാഭവനിൽ ഞാനെന്തെങ്കിലും തമാശ പറഞ്ഞ് ഞാൻ തന്നെ ഇരിക്കും. അപ്പോൾ ബാക്കിയുള്ളവരെ ചിരിക്കാതിരിക്കാൻ പറ്റൂല. അങ്ങനെ ഞാൻ രക്ഷപ്പെടും. അപ്പൊ ഈ ചിരി എന്നേക്കാൾ നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്തത് മണിയായിരുന്നു. വേദികളിൽ നിന്നും വേദികളിലേക്കുള്ള യാത്രകൾ അതെങ്ങനെയായിരുന്നു? അതൊന്നും എനിക്ക് കിട്ടില്ല, ഒരിക്കലും തിരിച്ചിടാൻ മുകളിൽ. കാരണം ഈ നിമിഷവും ഒരിക്കലും തിരിച്ചു വരില്ല. ഇപ്പൊ നമ്മൾ തമ്മിലുള്ള ഈ നിമിഷവും ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. അപ്പൊ അതൊക്കെ നമ്മൾ ഓരോ സെക്കൻഡും അതാ പറയാ ആസ്വദിച്ചു പോവുക. ഇപ്പൊ നമ്മൾ പല സിനിമ കോമഡി സംഭവങ്ങൾ കാണുമ്പോൾ പല നമ്മൾ എന്തായിരുന്നു അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യണം. ഒരിക്കലും ഒരു ചിരിയൊന്നും പോസ്റ്റ്മോർട്ടം ചെയ്യരുത്. അത് എത്ര തരുന്നു അതിൻ്റെ 10 ഇരട്ടി നമ്മൾ ചിരിക്കുക. കാരണം ഇനി അത് തിരിച്ചു കിട്ടൂല. ഈ സായിപ്പന്മാരൊക്കെ നമ്മൾ കൊതിയായി പോകും അവർ ചിരിക്കണമെന്നുണ്ടെങ്കിൽ. അവർ ഓരോ സാധനങ്ങളും നുണഞ്ഞിറക്കുള്ളൂ. ഓരോ സംഭവങ്ങളും അവർ ഫുഡ് കഴിക്കുന്ന പോലും 2 മണിക്കൂർ ഇരുന്നിട്ടാ, ഒന്ന് മദ്യപിക്കുന്ന പോലും 2 മണിക്കൂർ നിന്നാ സിപ്പ് ചെയ്ത് ഇനി അവർ സംസാരിച്ച് ഒരു പെഗ് പോലും കഴിക്കുന്ന 2 മണിക്കൂർ കൊടുത്താ. നമ്മളൊരു പൈൻ്റ് കഴിക്കും. നമുക്കൊന്ന് ആസ്വദിക്കാനായിട്ടുള്ള എന്തോ മൊത്തത്തില് മലയാളി, പ്രത്യേകിച്ച് മലയാളികൾ ഭയങ്കര ധൃതിയാണ്. സെലിബ്രേറ്റിന് സ്വന്തമായിട്ട് ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു, കൊച്ചിൻ സ്റ്റാലിയൻസ്. നാടകണ്ടായിരുന്നു. കൊച്ചിൻ ആരതി എന്ന് പറഞ്ഞ ആദ്യം കൊച്ചിൻ സ്റ്റാലിയൻസ് എന്ന് പറഞ്ഞ മിനിസ്റ്റർ പണയായിട്ടത്. അതിൽ നിന്ന് ഒരുപാട് പേര് വന്നിട്ട് ഇപ്പോഴും മലയാള സിനിമയിൽ സജീവമാണ് പലരും. അതെ, സിനിമയില് ടിവിയിലൊക്കെ ഇവിടെ തന്നെ പ്രോഗ്രാം ഒരുപാട് ചെയ്യുന്നുണ്ട്. എല്ലാ ചാനലിലൊക്കെ പ്രോഗ്രാം നമ്മുടെ ശിഷ്യന്മാർ തന്നെയാണ്. അതിനുവേണ്ടി സന്തോഷമുണ്ട്. കാരണം സിനിമയിലായി കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ കലാഭവനിലോ സാഗറിലോ ഒക്കെ ചെന്നിട്ട് ആ സമയത്ത് കയറി കളിക്കാനൊന്നും പറ്റില്ല. കാരണം അവർ വെൽ റിഹേഴ്സൽഡാണ്. അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ട്രൂപ്പ് ഇട്ടത്. എനിക്കൊരു സമയത്ത് മിമിക്രി കളിക്കണമെന്ന് വെച്ചാൽ എൻ്റെ ട്രൂപ്പിലേക്ക് ചെന്നാൽ മതി. അതിനുവേണ്ടിയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിലൂടെ ഒരുപാട് കലാകാരന്മാർ പുതുതായിട്ട് വന്നു. അതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ അവരുടെ വളർച്ചയിലൊക്കെ വളരെ സന്തോഷിക്കുന്നുണ്ട്. നാടക ട്രൂപ്പുണ്ട് കൊച്ചിൻ ആരതി എന്ന് നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നു. അത് ഞാൻ നിർത്തിയതാണ്. കാരണം ഞാൻ ഉദ്ദേശിച്ച തരത്തിലുള്ള നാടകങ്ങൾ എനിക്ക് അവതരിപ്പിക്കാൻ പറ്റിയില്ല. എൻ്റെ മനസ്സിൽ ഒരുപാട് സങ്കല്പങ്ങൾ കൊണ്ട് തന്നെയാണ് ഞാൻ ആ നാടക സമിതിക്ക് രൂപം കൊടുത്തത്. ഇവിടെ നാടകങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഒരു പറ്റ ആളുകളാണ്. അവരാണ് ഇവിടെ തീരുമാനം എടുക്കുന്നത്. അമ്പല കമ്മിറ്റിക്കാർ അവർ തീരുമാനിക്കും ഇന്ന വിധത്തിലുള്ള നാടകം മതി ഇവിടെ. അല്ലാതെ ഒരു പൊതുജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നാടകമല്ല. അവരാണ് തീരുമാനിക്കുക, അവരാണ് മാർക്കിടുക ഈ നാടകം മതി എന്നുവെച്ചാൽ. അമ്പലത്തിലാണെങ്കിൽ പറയും ആ മുസ്ലിമിന് കുറച്ച് പ്രാധാന്യമുള്ള നാടകമാണ്, അതിവിടെ പറ്റൂല. അപ്പൊ ഇവിടെ എന്തൊക്കെയോ ഒരു പുകമറ ഉണ്ട്. ആ പുകമറയിൽ എന്തൊക്കെയോ നടക്കുന്നു. സെലിമേട്ടൻ നാടകത്തിൽ അഭിനയിച്ചിട്ടില്ലേ? പകരക്കാരനായിട്ട് ഞാൻ പകരക്കാരനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് പ്രൊഫഷണൽ നാടകത്തിൽ ഞാൻ അങ്ങനെ ഈ പറഞ്ഞ പകരക്കാരനായിട്ട് ഞാൻ പോയിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ അമേച്ചർ നാടകങ്ങളിലായിരുന്നു, AR രതീശന്റെ നാടകങ്ങളിലായിരുന്നു ഞാൻ അഭിനയിച്ചിരുന്നത്. അല്ല, അതിന്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട്. കഥയെന്ന് വെച്ചാല് ഒരു രസകരമായിട്ടുള്ള കഥയാണ് ഇത്. ആലുവ ശാരിക. അപ്പൊ എന്റെ ഭാര്യയുടെ വീടിന്റെ അടുത്താണ് ട്രൂപ്പ്. ഞാൻ പറഞ്ഞു സൈക്കിളിന് പോണ കാലം. അങ്ങനെ ഞാൻ അവിടെ ഒട്ടിപ്പിടിക്കുമല്ലോ. അങ്ങനെ എന്തായാലും ഞാൻ അവിടെ നിൽക്കാൻ നോക്കും. ഞാൻ മിമിക്രി ചെയ്യുന്നവർക്ക് അറിയാം. അങ്ങനെ ഒരു ചെറിയൊരു ട്രൂപ്പ് ഇട്ടിട്ട് 4 പേരുള്ള ട്രൂപ്പ് ഇട്ടിട്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് ഈ ബാലനയം വിളി. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ മലയാള സിനിമയിൽ ഏറ്റവും നല്ല സ്ക്രിപ്റ്റ് റൈറ്റർ ആവേണ്ട ആളാണ്. പക്ഷേ ഈശ്വരന് അദ്ദേഹത്തിനുള്ള ആയുസ്. അപ്പൊ അദ്ദേഹം ഈ സ്ക്രിപ്റ്റ് എഴുതാനായിരിക്കും എന്നെ ഇരുത്തും. ചുമ്മാ അത് പുള്ളി സ്വല്പം മദ്യപിക്കുന്ന ആളാണ്, ഞാനും മദ്യപിക്കുന്ന ആളായിരുന്നു അന്ന്. ഹെൽപ്പറായിട്ട് നിന്നാണ്, പുള്ള ഹെൽപ്പറായിട്ടാണ് ഞാൻ മദ്യപാനം പഠിച്ചത്. അത് എൻ്റെ 5 പൈസ ഇല്ല, 5 പൈസ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്ന സാധനം വാങ്ങിച്ചിട്ടുണ്ട്, ചാരായമാണ്. അപ്പോൾ ഈ സാധനം വാങ്ങിച്ചിട്ട് വരെ ഞാൻ ഒഴിച്ചു കൊടുക്കുക. പുള്ളി 2-3 അടിക്കും ബാക്കി അടിച്ച് ഞാൻ അടിച്ച് അവിടെ വീലായിട്ട് കിടക്കുക. ഇതായത് 17 വയസ്സ് പ്രായമുള്ളൂ, 18 വയസ്സ് ഉള്ള അത്രേ പ്രായമുള്ളൂ. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഈ നാടകം ബൈ ഹാർട്ട് എനിക്കറിയാം. കാരണം സ്ക്രിപ്റ്റിങ് തുടങ്ങി
റിഹേഴ്സലൊക്കെ ഉണ്ടാവും അവിടെ, പ്രോമിറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം. എനിക്ക് അതിനോടുള്ള ഒരു ആവേശമായിരുന്നു. ഈ നാടകം എല്ലാം ഇന്നും അത് തന്നെയാണ്. അപ്പോൾ എനിക്ക് ബൈ ഹാർട്ടാണ് ഈ നാടകം മുഴുവൻ, അതിന് മൂവ്മെൻറ്റ്സ് പോലും. അതിന് ഒരു ദിവസം ഒരു നടൻ 2ാം വർഷമാണ്, ആദ്യത്തെ വർഷമല്ല 2ാം വർഷം ഇത് അഭിനയിക്കേണ്ട നടൻ, ഒരു മെയിൻ വേഷമാണ്, ഏകദേശം കോമഡിയാണ് അഭിനയിക്കേണ്ട നടൻ കത്ത് എഴുതി വെച്ചിട്ട് പോയി കളഞ്ഞ്. നാടകം വന്നു, ഓണത്തിന് 15 നാടകം കൊടുത്തേക്കാണ് അവർ ആലുവ ശാരിക. ഞാൻ മിമിക്രിക്ക് ഇറങ്ങാൻ നേരത്ത് ഒരു വണ്ടിയായിട്ട് എൻ്റെ വീട്ടിൽ ബാബു ചേട്ടൻ എന്ന് വെച്ചാൽ ഈ ശാലുവ ശാരിയുടെ ഓണറാണ്. എടാ ഇങ്ങനെ അവിടെ വന്നിട്ട് നീ നാടകം കളിക്കണം, 15 നാടകമാണ് കൊടുത്തേക്കുന്നത്, ഓണ സമയത്ത് മാത്രമേ ഉള്ളൂ. അവൻ എനിക്ക് മിമിക്രി ഉണ്ടെന്ന് എന്തായാലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ് പുള്ളിയും ഞാൻ പറഞ്ഞ ട്രൂപ്പിൻ്റെ അടുത്തൊക്കെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു 250 രൂപയാണ് എനിക്ക് മിമിക്രിക്ക് ഒരു സ്റ്റേജിൽ കിട്ടുന്നത്, അത് തന്നാലും ഞാൻ വരാമെന്ന് പറഞ്ഞു. പുള്ളി സമ്മതിച്ചു. കാരണം പുള്ളിക്ക് പോകേണ്ട 10-15 നാടകത്തില്ല, നഷ്ടപരിഹാരം കൊടുത്താൽ പുള്ളി മുടിഞ്ഞു പോകും. കാരണം ഓരോ അമ്പലത്തിൽ നാടകം കളിക്കാം. അങ്ങനെ പുള്ളി സമ്മതിച്ച് കയറ്റി നാടകം കളിച്ചു. നാടകം ഭംഗിയായിട്ടൊക്കെ കളിച്ചു. അപ്പോൾ ഇതിൻ്റെ മാനേജർ എന്ന് വെച്ചാൽ നടനാണ്, 100 രൂപ എടുത്തുനിന്ന്. അപ്പോൾ ഞാൻ എന്താണ് 100 രൂപ ഓനെ ഇത്, കാരണം അങ്ങേര് കേരളത്തിലെ പ്രശസ്തനായ നടനാണ്, അങ്ങേർക്ക് 130 രൂപയാണ് ശമ്പളം. അപ്പോൾ ഈ മിമിക്രിയും കളിച്ച് നടക്കാൻ പറഞ്ഞ് 250 രൂപ തരാൻ ഈഗോ. അങ്ങനെ പുള്ളി 100 രൂപ വരും, ഓണറുടെ വീട്ടിൽ പോയിട്ട് ഞാൻ ബാക്കി 150 രൂപ അവിടെ നിന്ന് പറയും. അതെന്തിനാണെന്ന് എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. നമസ്കാരം. നമസ്കാരം. ഒരു ഫോട്ടോ എടുത്താൽ കൊള്ളുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സലീമേട്ട അവർക്ക് എന്റെ കൂടെ ഫോട്ടോ എടുക്കണം. ഓ നടക്കട്ടെ. പെട്ടെന്നാട്ടെ. ഒരെണ്ണോടെ മതിയടി, ഇങ്ങോട്ട് മാറി നിൽക്കാതെ ഒരെണ്ണം മതിയെന്ന്. തൊട്ടെടുത്തില്ല ചേട്ടാ, എന്റെ കണ്ണി കുരുവാണ്. പുള്ളിയല്ല തൊട്ടടുത്ത് നിൽക്കുന്നത്. അതല്ല മനുഷ്യ, സലിമേട്ടനെ തൊട്ടെടുത്തില്ല. എന്നാ തൊട്ടെടുക്കാൻ വേണ്ടി ചന്ദനമല്ലേ അപ്പുറം നിൽക്കുന്നത്. നീ ഇങ്ങോട്ട് വന്നേ. അതെ അയാൾക്ക് വേണമെങ്കിൽ തൊട്ടോ ഒന്ന് മുട്ടിയോ എടുത്തോട്ടെ. തൊട്ടെടുക്കുന്നതൊക്കെ കൊള്ളാം, അവസാനം തോളയിലിരിക്കരുത്. എനിക്കതാ പറയാനുണ്ടോ. അല്ല ആ ടൈപ്പാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അല്ല നിങ്ങൾ ആരാ? ഒരു പരിചയമില്ലല്ലോ. ഇവിടെ വന്നിട്ട് ഇങ്ങനെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കുക ചെയ്യുന്നു. എന്താ ചെയ്യണേ? ഷട്ട് യുവർ മൗത്ത്. നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലായിരിക്കും. നിങ്ങൾ മാറി നിൽക്കൂ. ഹലോ നമസ്കാരം. സത്യം പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പരിചയപ്പെടുന്നവരല്ല, നമ്മളൊരു ഫീൽഡിൽ വർക്ക് ചെയ്യേണ്ടവരാണ്. നമ്മൾ ഒരേ ലൊക്കേഷനിൽ ഇരുന്ന് ഫുഡ് കഴിച്ച് കാരവാനിലിരുന്ന് പരിചയപ്പെടേണ്ടവരാണ്. അല്ല എനിക്ക് കാരവാനൊന്നും ഇല്ല അതിലിരുന്ന് പരിചയപ്പെടാനായിട്ട്. അല്ല എന്റെ കാലിന് ഗുരുവൊന്നുമില്ല, ഞാൻ കാരവാനിൽ കയറിയിരിക്കാലോ. അതാ പറഞ്ഞൊരു കാര്യം, നമ്മൾ അങ്ങനെ പരിചയപ്പെടേണ്ടവരാണ്. അതാ ഞാൻ ഈ പറഞ്ഞതിന്റെ കാര്യം. അപ്പൊ സിനിമയിലേക്കൊക്കെ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു? ഒരുപാട് വർഷങ്ങൾ ഞാൻ സിനിമയുടെ പുറകെ നടന്നു, വീടില്ല. അവസാനം ഞാൻ തന്നെ ഇവിടെ പുറകെ നടന്നു. കറക്റ്റ് എന്റെ നെറുകന്തല തന്നെ വന്ന് വീഴുകയും ചെയ്തു. സലിമേട്ട അഭിനയിക്കാൻ ചേട്ടൻ കുറച്ച് വീക്ക് ആയതുകൊണ്ട് ഞാനാ പറഞ്ഞത് ഇനി സ്ക്രിപ്റ്റ് എഴുതിയാൽ മതി. അത് നല്ല കാര്യമോ. പിന്നെ തീർച്ചയായിട്ടും ഒരു ദിവസം ഒരു 10 പേപ്പറിൽ ഒരു കിടുക്ക സ്ക്രിപ്റ്റ് അങ്ങോട്ട് എഴുതിയിട്ട് ഒരു ഡയറക്ടറെ കൊണ്ട് കാണിച്ചു. അദ്ദേഹം എനിക്ക് 20 പേപ്പറായിട്ട് തിരിച്ചു തന്നു. അതിന് സജഷൻ ഇങ്ങനെ മാതിരി എഴുതണം, ഇങ്ങനെ മാതിരി എഴുതണം, ഇങ്ങനെ മാതിരി എഴുതണം എന്നൊക്കെ പറഞ്ഞിട്ട് സജഷൻ. ഓ അതല്ല സലിമേട്ടാ, ആ 10 പേജ് സ്ക്രിപ്റ്റ് ഡയറക്ടർ നടുവേ പകുത്ത് 20 പേജ് ആക്കി ചേട്ടന് കൊടുത്തു. അല്ല ചേട്ടാ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കണ്ടാലൊരു ലുക്കില്ലെന്നേ ഉള്ളു, ഭയങ്കര ബുദ്ധിയാ. എന്റെ അച്ഛനെ നിങ്ങൾ അറിയും, ധർമ്മേന്ദ്ര. അങ്ങ് ദുബായിൽ ഷെയ്ഖിന്റെ ഇടയ്ക്കാണ്. ഇത് ഷെയ്ഖ് അബ്ദുള്ള. മുണ്ടുതാത്തിനകത്ത് ബഹുമാനക്കുറവ് കൊണ്ടൊന്നുമല്ല, മുണ്ടിന്റെ മൂട് കയറിയിരിക്കുക. ഇത് ഞാൻ സിനിമയിൽ പറഞ്ഞ ഡയലോഗ് അതൊക്കെ ഇമ്മണി പൊളിക്കും. ഇതൊക്കെ ഞാൻ സിനിമയിൽ വരാൻ നേരത്തെ എനിക്ക് സ്റ്റാറാകാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ച ഡയലോഗുകളാണ്. ഈ ഡയലോഗുകൾ ഇദ്ദേഹം സിനിമയിൽ അടിച്ചിട്ട് ഇദ്ദേഹം സ്റ്റാറായി, ഇദ്ദേഹം അവാർഡുകൾ വാരിക്കൂട്ടി. അല്ല എന്താ നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് നെഗറ്റീവ് ചന്ദ്രൻ. ഞാൻ പോസിറ്റീവ് ചന്ദ്രിക. ഞങ്ങൾ ഈ ഫേസ്ബുക്കിലൂടെ ഓരോന്നിട്ടിട്ട് മനസ്സുഖം കണ്ടെത്തുന്ന ഒരു കുടുംബ ദാമ്പത്യങ്ങളാണ്. എന്തും ഓരോന്നിട്ടിട്ട് ഞങ്ങൾ ഓരോന്നെങ്കിലും ഇടും, അതിൽ നിന്നും സന്തോഷം ഞങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയപ്പെട്ടത്? എനിക്ക് സത്യം പറഞ്ഞാൽ സലിമേട്ട, ഞാൻ ഇമെയിൽ വഴിയാണ് എനിക്ക് ഈ ഫീമെയിലിനെ കിട്ടിയത്. ഞങ്ങൾ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടതാ. അതെ. പിന്നെ ചേട്ടനെ എന്റെ ലൈഫിലേക്ക് ഞാൻ ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ നേരിട്ട് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഡിലീറ്റ് ചെയ്താൽ മതിയായിരുന്നു. സലിംകുമാർ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളാണ് എന്റെ ജീവിതം നശിപ്പിച്ചത്, എന്റെ സിനിമാ മോഹങ്ങൾ നശിപ്പിച്ചത് നിങ്ങളാണ്. അതുകൊണ്ട് മലയാള സിനിമയും ഇഷ്ടമല്ല, മലയാള
മലയാള സിനിമയിലെ താരങ്ങളും എനിക്ക് ശത്രുക്കളാണ്. അതെ, സിനിമാക്കാരെ അത്രയ്ക്ക് വെറുപ്പാണ്. പിന്നെ എന്തിനാ സിനിമാക്കാരെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നടക്കണേ? ഞാനൊരു കാര്യം ചെയ്തു. ഈ കഴിഞ്ഞിടയ്ക്ക് നിങ്ങൾ ആശുപത്രി അഡ്മിറ്റ് ആയ സമയത്ത് നിങ്ങളുടെ കാറ്റ് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫേസ്ബുക്കിൽ കുറെ ഇതുകൾ വന്നില്ലേ? സലീം കുമാറിന്റെ കാറ്റ് പോയി, സലീം കുമാറിന്റെ കാറ്റ് പോയി എന്ന് പറഞ്ഞു കുറെ പോസ്റ്റുകൾ വന്നുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന ഒരുപാട് നടന്മാർ കാറ്റ് പോയി എന്ന് പറഞ്ഞ് വീണ്ടും വന്നുകൊണ്ടിരുന്നു. ഇതൊക്കെ ആരാണ് ഇടുന്നത്? ഇതൊക്കെ ആരാണ് ഇടുന്നത്? അയ്യോ വാ ചേട്ടാ, നമുക്ക് പോവാം. നമ്മൾ ഇവർക്ക് മനസ്സിലായിട്ടില്ല. അതൊക്കെ ഇടുന്നത് ഞാനാ. സാമദ്രോഹി, നീ എന്തിനാ, എന്ത് സുഹൃത്ത്, എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ആളുകളെ കൊന്നിട്ട് നീ ഫേസ്ബുക്കിൽ ഇടുന്നത്? എനിക്ക് ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ 10 ലക്ഷം ലൈക്ക് അല്ലേ കിട്ടുന്നത്? അത് ലൈക്ക് എന്ത് ചെയ്യുന്നു? 10 ലക്ഷം ലൈക്ക് ഞാൻ പുഴുകത്തില്ല. ഞാനും എന്റെ വീണ്ടുമ്പോൾ 5 അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞങ്ങൾ പുഴുങ്ങി അങ്ങോട്ട് തിന്നും. എന്റെ പൊന്നു ചേച്ചി, ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന നടന്മാരെ കൊന്നു എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇടുന്ന എന്തിനാ ചേച്ചി? എന്റെ ദൈവമേ, ഞാൻ ഇതുവരെ ജീവിച്ചിരിക്കുന്ന നടന്മാരെ പറ്റി മരിച്ചു എന്ന് പറഞ്ഞ് ഇതുവരെ FB പോസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ജീവിച്ചിരിക്കുന്ന നടിമാരെ കുറിച്ചാണ് പോസ്റ്റ് ചെയ്യുന്നത്. സലിമേട്ടാ, ഇവരെ പോലെ കൊറേ സാമദ്രോഹികളുണ്ട്. എന്താണ് ഇവരെ പോലെയുള്ള ആളുകളെ പറ്റി ചേട്ടനുള്ള അഭിപ്രായം? അല്ല, അഭിപ്രായമല്ല, ഇവനെയൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ച് കൊന്നിട്ട് ഫേസ്ബുക്കിൽ തന്നെ പോസ്റ്റ് ചെയ്യണം. സലിംകുമാറിനെ കൊന്നവനെ സലിംകുമാർ കൊന്നു. എന്നിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് നേട്ടമാണ് കിട്ടുന്നത്? എനിക്ക് 10-15 ലക്ഷം ലൈക്ക് കിട്ടും. ഈ 15 ലക്ഷം ലൈക്ക് നിങ്ങൾ എന്തോ ചെയ്യും? ഞാൻ പുഴുങ്ങി തിന്നും. എന്നാ കൊണ്ടാ പുഴുങ്ങി തിന്ന്? എടി വേറെ ആരെങ്കിലും ജീവിച്ചിരിപ്പില്ല, അവര് മരിച്ചെന്നും പറഞ്ഞോണ്ട് നമുക്ക് പോസ്റ്റ് ഇടാം. എന്നാ നോക്കി നിൽക്കുക, നടക്ക് വാ അങ്ങോട്ട്. പുഴുങ്ങി തിന്നാൻ അയ്യാടാ. എന്തൊക്കെ പറഞ്ഞാലും സെലിമേട്ടനില്ലാത്ത ട്രോളുകളില്ല കേട്ടോ. കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ എക്സ്പ്രഷനുള്ള നടൻ സെലിമേട്ടനാന്ന് തോന്നുന്നു. കാരണം സെലിമേട്ടന്റെ മൂവീസ് ചതിക്കാത്ത ചന്തു, പുലിവാൽ കല്യാണം, മീശ മാധവൻ, കല്യാണരാമൻ, ഇങ്ങനെ കുറെ പടങ്ങളുണ്ട്. ഇതിലെല്ലാം എക്സ്പ്രഷൻസ് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഈ ട്രോളുകളെല്ലാം ഇറക്കുന്നത്. അല്ല, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരമായിട്ട് മാറും. അതാണ് അഹങ്കാരിയാണല്ലോ. അതാണ് കുറച്ചും കൂടി അതിന്റെ അത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്ക് എത്തും. അപ്പൊ ഞാനും വിചാരിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെയൊക്കെ എക്സ്പ്രഷനൊക്കെ കിടിലാണെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. എന്നെ കണ്ട്, എന്റെ അഭിനയം കണ്ട് എന്റെ കണ്ണ് തന്നെ തള്ളിപ്പോയ ആളാണ് ഞാൻ. അപ്പൊ എന്തുകൊണ്ടാണ് ആളുകളൊന്നും അത് നോട്ട് ചെയ്യുന്നില്ല? എന്താണത്? ആരും പറയുന്നില്ല. എന്താണെന്ന് ഞാൻ ആലോചിച്ചപ്പോ പിന്നെ അത് വിട്ടു. ആ സംഭവം നമ്മുടെ ജോലി അത്ര ഉള്ളായിരുന്നു. അപ്പൊ ഒരു തലമുറ അത് കണ്ടെത്തി ഏറ്റെടുക്കും എന്നുള്ളത് അതാണ്. അപ്പൊ ആരും നിരാശപ്പെടരുത്. കാരണം നമ്മൾ അധ്വാനിക്കുന്ന സാധനം ഒരു സമയത്ത് അത് ആരും ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും മറ്റൊരു സത്യസന്ധത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തലമുറ ഏറ്റെടുത്തിരിക്കുന്നത്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഏത് കാര്യത്തിനും തന്റേതായിട്ടുള്ളൊരു നിലപാടുണ്ട് സലീമേട്ടന്. അല്ല, അത് വേണ്ടേ? അത് വെട്ടി തുറന്ന് പറയുകയും ചെയ്യും. അതാണ് വേണ്ടത്. അത് പറയണ്ടേ? അത് വേണം. അത് പറയണം. കാരണം ഈ നമ്മളിപ്പോൾ പറയണമെന്ന് വിചാരിച്ചത് ഇപ്പൊ തന്നെ പറയണം, അല്ലെങ്കിൽ അതൊരു ആത്മഹത്യയാണ്. ഭാസ്കരൻ മാഷ് പറഞ്ഞിട്ടുണ്ട്, പറയാനുള്ള കാര്യങ്ങൾ പറയേണ്ട നേരത്ത് പറയേണ്ട കാര്യങ്ങൾ പറയാതിരുന്നാൽ പറയാതിരിക്കുന്നതൊരു ആത്മഹത്യ. അപ്പൊ ഒരുപാട് ആത്മഹത്യ ചെയ്തിട്ട് ജീവിച്ചിട്ട് യാതൊരു കാര്യമില്ല. ജീവിതത്തിൽ ഒരുപാട് സങ്കടപ്പെട്ട വ്യക്തിയാണ്. അത് ഞാനെന്നല്ല, എല്ലാവരും സങ്കടപ്പെട്ട വ്യക്തികൾ തന്നെയാണ്. അതുകൊണ്ടാണ് വീടിന് ലാഫിംഗ് വില്ല എന്ന് പേരിട്ടത്. ലാഫിംഗ് വില്ല അതുകൂടി ആവാം. പക്ഷെ ഞാൻ അങ്ങനെ സങ്കടപ്പെടാൻ നിന്നിട്ടില്ല. കാരണം എന്തിനാണ് വെറുതെ എന്തിനാ സങ്കടപ്പെടുന്നത്? ഒരു കാര്യമില്ലാത്ത. ലാഫിംഗ് വില്ലയിൽ അംഗങ്ങൾ ആരൊക്കെയാണ്? 4 പേരുണ്ട്. ഇപ്പോ വൈഫ്, 2 കുട്ടികൾ. ഇവരൊക്കെ പേരും കൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചന്തു, ആരോമലി, ആരോമലും പുത്തൂരം തറവാട്ടിലാണ്. അല്ല, ഞാൻ ചന്തുവിന് ആദ്യത്തെ പേര് ജോസഫ് ഹംസ എന്നായിരുന്നു. ജോസഫ് ഹംസ. ജോസഫ് ഹംസയോ? ആ, സത്യം, പെറ്റമ്മ സത്യം. കാരണം അങ്ങനെ എന്റെ പേര് സലീം കുമാർ എന്നാ. ഒരു മുസ്ലിമിന്റെയും ഒരു ഹിന്ദുവിന്റെ പേര് കൂട്ടിച്ചേർത്ത എന്റെ. അപ്പൊ ഇവനൊന്നും ഡിഫറെന്റ് ആയിട്ടുള്ള പേരാണ് സലീം കുമാറിന്റെ മോൻ. ആ, ഇവന് ഡിഫറെന്റ് പേര് വന്നപ്പോ ഞാൻ ജോസഫ് ഹംസ എന്ന് പറഞ്ഞു. വൈഫിന് കുഴപ്പമൊന്നുമില്ല, വൈഫ് എന്നെ പോലെ തന്നെയാണ്. അതെ, വിളിക്കാനുള്ള അല്ല, തിരിച്ചറിഞ്ഞ പോലെ പേരിന് അധികം ഭംഗി. ജോസഫ് ഹംസ, ജോസഫ് ഹംസേ. അങ്ങനെ എന്റെ വീട്ടുകാര് മൊത്തം വന്നിട്ട് നിന്റെ പേര് തന്നെ കൊള്ളാത്തൊരു പേര്, ആ ചെക്കനങ്ങ് എങ്ങനെ ജീവിക്കാൻ മര്യാദക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കുഴപ്പമായി വിപ്ലവം കഴിഞ്ഞപ്പോ ശേഷമാണ് ചന്തു എന്നുള്ള പേരിട്ടത്. ആരോമല് കാരണം ചന്തു എന്ന് വന്നല്ലോ. ആരോമല് ആരോമല് പേരിട്ടത്. വിവാഹത്തിന് ശേഷമാണ് സിനിമയിലേക്കുള്ള ക്ഷണം എല്ലാം ലഭിച്ചത്. അതെ അതെ. ശരിക്കും പറഞ്ഞാല് കല്യാണം കഴിച്ചിട്ട് സിനിമയിൽ ഇതുപോലെ ഉയർച്ചയിലെത്താന്ന് പറഞ്ഞത് ഭാര്യയുടെ ഒരു ഭാഗ്യം കൂടിയാണല്ലോ. അതാണ് ഞാൻ എന്റെ മക്കളോട് പറയും, മോനെ അച്ഛൻ ഓരോ വോട്ടിന് തോറ്റുപോയ സ്ഥാനാർത്ഥിയാണെന്ന്. അപ്പൊ അവർക്കറിയില്ല എന്താണെന്ന്.
കാരണം എന്റെ കല്യാണം ഇന്നാണെങ്കിൽ നാളെ ഞാൻ സിനിമയിൽ കൊന്നത്. മറ്റേന്നായിരുന്നെങ്കിൽ ഇതിന് നല്ല പെൺകുട്ടി കല്യാണം കഴിക്കേണ്ടതാണ്. അപ്പൊ നല്ല കാശുകാരത്തി അമ്മ നിനക്കുണ്ടായനെ. ഞാൻ കാശുകാരത്തി അമ്മ നിനക്കുണ്ടായനെ. എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിയില്ല. ഒറ്റ ഒട്ടിന് തൊറ്റുകളാണെന്ന് പറയും. അപ്പൊ അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം അവള് പറയും എന്നെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോ എനിക്ക് പറയാനുള്ള മറുപടിയാണ് പിള്ളേരോട്. കാരണം പിള്ളേർ പറഞ്ഞ് മനസ്സിലാക്കണമല്ലോ കാര്യങ്ങളൊക്കെ. ചെറുപ്പത്തിലേ പറഞ്ഞു നമ്മളെല്ലാം കുഴപ്പമില്ല. ശ്രീ സെലിം കുമാറുമായിട്ടുള്ള ചിരിവിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും നാളെ കാണാം. കണ്ടുകൊണ്ടേയിരിക്കുക. ഇത് കണ്ടംകുളത്തി കുങ്കുമ ചന്ദനാദി ഫെയർനെസ് ഓയിൽ കോമഡി സൂപ്പർ നൈറ്റ് 2 പവേർഡ് ബൈ കോൺഫിഡന്റ് ഗ്രൂപ്പ്.